ഹലോ ഗൈസ്, നമ്മുടെ സദ്യകളിൽ ഉണ്ടാക്കുന്ന രുചികരമായ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അതിനായി 3 ഇടത്തരം വലിപ്പത്തിലുള്ള മാങ്ങ വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അല്പസമയം നമുക്ക് മാറ്റിവെക്കാം. ഇതിൽ ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു ചെറിയ കഷ്ണം കായം, 7-8 അല്ലി വെളുത്തുള്ളി, അല്പം കറിവേപ്പില, കടുക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ്. ഒരു മൺചട്ടിയിൽ ഏകദേശം 1.5 കപ്പ് വെള്ളമൊഴിക്കുക. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കായക്കഷ്ണവും മാങ്ങയ്ക്ക് ആവശ്യമായ അളവിലുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കായം ഇതിൽ നന്നായിട്ട് അലിഞ്ഞു ചേരണം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം ആവശ്യാനുസരണം. കായം നന്നായിട്ട് അലിഞ്ഞു ചേരുന്നിടം വരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ കൂട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കുക. അതിനുശേഷം ഒന്ന് വറ്റി തുടങ്ങുമ്പോഴേക്കും തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അല്പം ഉലുവാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിനു മുമ്പ് കായം കഷ്ണമാണ് ചേർത്തിരിക്കുന്നത്. അല്പം കായത്തിൻ്റെ പൊടി ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവയെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മളുടെ അച്ചാർ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് നന്നായിട്ട് കടുക് വറുക്കണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്പം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമുക്ക് ഇത് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ അച്ചാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക.